ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എൻ്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ ഏതെങ്കിലും സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ, എന്നാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശിതിലുണ്ട്. ഒന്നിന്നേ. എന്റെ അമ്മ ഒരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത് കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ. ഇക്ക, ഇക്ക, നിങ്ങളെ വാപ്പ വിളിക്കണ്ട്. കഴിക്കണില്ലേ? എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാട്ടണ്ട. വല്ലതും കഴിച്ചു കിടന്നോ. ഇത് കണ്ട നജീബേ, ഇത് മുഴുവൻ മൂപ്പര് കഴിക്കണം മരുന്നാളാ. മൂപ്പര് രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത് മുഴുവൻ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിട്ട് മാത്ര. എന്നെ ഈ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടു വന്നിട്ട് എന്നെ വരെ ഒരു കുറവ് എനിക്ക് വരുത്തിയിട്ടില്ല. നമുക്ക് മൂന്നാക്കുള്ള ചോറുണ്ടെന്ന് അറിഞ്ഞിട്ടേ മൂപ്പരൊരു വറ്റ് കഴിക്കൂ. ആ നെഞ്ച് നീറണത് ഈ കണ്ടില്ലെന്ന് വെക്കല്ലേ മോനെ. പഠിച്ചു മുറുക്കൂല. ഈ ആ സിനിമാന്റെ പൊതി മറന്നാളം മോനെ. അതൊന്നും നമുക്ക് പറ്റിയതല്ല.
ബേജാറാവാണ്ടിരിക്കുന്നു. ഒക്കെ ശരിയാവും. എന്റെ ഉപ്പാക്കും സിനിമ ഹറാമ? ഒന്നുമില്ല. നിങ്ങൾ വെറുതെ വേണ്ടാത്തൊന്നും ആലോചിച്ച് കൂട്ടണ്ടാന്ന്. നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിച്ചെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ നിക്കാഹിന്റെ കാര്യല്ലേ? അതല്ലേ? എന്റെ ഈ പൊട്ടത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. മദ്രസ കെട്ടിടത്തിന്റെ പിരിവിനിറങ്ങണമെന്ന് പറഞ്ഞപ്പോ നമ്മളൊരു കാര്യം തീർത്തു പറഞ്ഞേ, എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന്. അതൊക്കെ എല്ലാവരും എന്താ ഹംസേ? നജീബിനെ കാണാൻ വന്ന. ഓ, ഇപ്പൊ എല്ലാവർക്കും പിരിവെന്ന് പറഞ്ഞാ ഭയങ്കര മടിയാ, ഇറങ്ങൂല. അത് ശരിയാ. ആ, അപ്പൊ എങ്ങനെയാ ആചാര്യ നാളത്തെ കാര്യം? വരില്ലേ? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക് ഇറങ്ങാം. ദേ, ആയിക്കോട്ടെ. പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. ദേവകി ഫിലിംസിന്റെ ബാനർ ജോൺസൺ തത്തമണിൽ നിർമ്മിച്ച് മോഹൻ ഏഴാറ്റുകൈ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്ന പുതുവസന്തം പ്രദർശനത്തിന് തയ്യാർ. പുതുമങ്ങളായ അഭിഷേക് കുമാറും നിഷയും പ്രധാന വേഷത്തിൽ. ക്യാമറ ജോസ് DFT, PRO പുഷ്പൻ വേങ്ങര. രാഘവന്റെ പീഡിയയിലേക്ക് മദ്രാസിൽ നിന്ന് വിളി വന്നീന്. ഈ വെള്ളിയാഴ്ച എന്റെ പടം പുറത്തിറങ്ങൂന്ന് വാരികയില് വാർത്ത ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യോട് അത് മേടിച്ചോണ്ട് പോന്ന്. കൂടെ ഹിമാറിനെയും കിട്ടി. പക്ഷേ അതിൽ എന്റെ പേര് കണ്ടില്ല നജീബെ. സിനിമാന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നെയാ. ആ, എന്റെ പേര് ഒരു സിനിമാക്ക് വേണ്ടി മാറ്റിക്കണ്. ആ എന്താ നജീബിന്റെ പേരിട്ട സിനിമയിലെടുക്കൂല? അതല്ലിക്ക, ഒരു സിനിമാ നടന്റെ പേരാവുമ്പോ കുമാറെന്നോ ഖാനെന്നോ കപൂറെന്നോ കുറഞ്ഞതൊരു ബച്ചനെങ്കിലും വേണം. അതാണ് അതിന്റെ ഒരു ഇത്. എന്നാ പിന്നെ നജീബ് ഖാൻ മതിയായിരുന്നു. അതാവുമ്പോ ഉമ്മടെ കൂട്ടത്തിൽ തന്നെ നിന്നീന്നു. അതെ. ഇപ്പൊ എന്താക്കിന്ന്? അഭിഷേക് കുമാർ. അഭിഷേക് കുമാർ അല്ലടാ, അഭിഷേക് കുമാർ. നജീബേ, ഈ തുണിയാടിയിട്ട അതെന്നല്ല, ഈ ദുനിയാവിലെ മൊയ്മൻ തുണി അലക്കിട്ടാലും ഈ പറയണ ഒരു കാര്യവും ഞമ്മള് കേൾക്കൂല. കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ശരിയാക്കി വരികയാണ്. അപ്പളോ ഓന്റെ അടുത്ത പൂതി. ഉമ്മാന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അത്? ഉമ്മ ഒരു ബിരിയാണി ഉണ്ടാക്കി, അന്ന് രുചിച്ചു പോലും നോക്കാണ്ട് ഒരാൾ കുറ്റം പറഞ്ഞാ ഉമ്മാക്ക് സഹിക്കൂ? അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു പണി ചെയ്തിട്ട് അതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല ഉമ്മ? ഈ ചെക്കന്റെ ഒരു അഹമ്മതി. അനക്ക് കിട്ടിയതൊന്നും പോരെ നജീബേ? ഉമ്മ പറഞ്ഞ ഉപ്പ കേക്കും. ഒരൊറ്റ തവണ ഞാൻ ആ സിനിമ കാണട്ടുമ്മ. അത് കഴിഞ്ഞാ ഞാൻ ഉപ്പാന്റെ കൂടെ കച്ചവടത്തിൽ ശ്രദ്ധിച്ചോളാം. പിന്നെ ഞാൻ ഏടുക്കും പോവില്ല. ഇക്കാന്റെ ഒരു ആഗ്രഹമല്ലോ അമ്മ. ഈ അവിടെ ഒരിടത്ത് മിണ്ടാണ്ടിരുന്ന പെണ്ണെ. പാല് നമ്മുടെ നജീബിനൊരാഗ്രഹം. ഓൻ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഇവിടൊന്നുമല്ല, ടൗണില്. ഒന്ന് കണ്ടു വന്നാ പിന്നെ നിങ്ങളുടെ കൂടെ കച്ചവടത്തിൽ എന്നെ ശ്രദ്ധിച്ചോളാന്ന് ഓൻ പറയണേ. ഞാൻ പറഞ്ഞ് ബാപ്പാക്ക് അതൊന്നും ഇഷ്ടാവൂലെന്ന്. ഇങ്ങളെ സമ്മതിക്കാണ്ട് ഓനിനി ഒരിടത്തും പോവൂല. കുട്ടികളെ ശാസ്ത്രം എന്നെ വളർത്തണം. ഞാൻ പറയാം ഓനോട് പോണ്ടാന്ന്. ഫാത്തിമ, ഞാനൊരു മുരടനൊന്നുമല്ല. എന്റെ കുറെ രീതിയും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഞാനായിട്ട് അതൊന്നും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കണില്ല. ചെയ്യണത് ശരിയോ തെറ്റോ എന്നൊക്കെ അറിയേയില്ല. ഓന്റെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നൊന്നും വേണ്ട. ഓനോട് സമയവും സ്ഥലവും ചോദിച്ചറിയാൻ പറ. നമുക്ക് ഒരുമിച്ച് പോയി കാണാം. പിന്നെ അധികാരം അറിയണ്ട. ഞാൻ എൻ്റെ കുട്ടിയുടെ ആഗ്രഹത്തിന് നിൽക്കണത് പടച്ചോൻ പുറത്തോളും. പക്ഷേ പള്ളിക്കാര് പുറത്തൊന്നും വരില്ല.
നജീബേ ഞങ്ങൾ ഒഴിഞ്ഞൊരു ഭാഗത്തിരുത്തണം. ശരി. അതിന്റെ ഉമ്മയും പെങ്ങളൊക്കെ കൂടെ ഉള്ള. ഇക്ക ഐസ്ക്രീം. ചേട്ടാ ഞാൻ പൊക്കോട്ടെ ചേട്ടാ. ഈ പൈസ എടുക്കാൻ ഇവിടുന്ന് അനുകൂല പൈസ എടുക്കടാ. ഫീസ് ഇവിടെ കാണാനല്ലേ നിനക്ക് എന്താണ് അത്ര മുട്ടല്? ഓടാ. ചേട്ടാ ഈ സിനിമ ഒന്ന് നിർത്തോ ചേട്ടാ. ഒന്ന് പോടാ മനുഷ്യൻ മെനക്കെടുത്തല്ലേ അല്ലെ തന്നെ പെട്ടിയും പോസ്റ്റർ എത്താൻ വൈകി അപ്പോഴും അവന്റെ ഒരു വേഷം കെട്ടില്ല. ഇറങ്ങി 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 ഓൻ സിനിമ എടുത്താൻ വന്നേക്കണം. എവിടെ ഐസ്ക്രീം? ഉസ്മാനെ ജീവരെ വണ്ടി കൊണ്ടിരുത്ത്. ജീവരെ വണ്ടി കൊണ്ടിരുത്ത്. നജീബ് പോവാൻ വരട്ടെ. ഇത് കുടുംബമായിട്ട് കാണേണ്ട സിനിമയല്ലല്ലോ നജീബേ. ഇത് നമ്മള് ആണുങ്ങൾ കാണേണ്ട സിനിമയല്ലേ. അതുകൊണ്ട് ഇവിടെ ഇരിക്കേ നമുക്ക് കാണായത്. ഹലോ, കാശ് കൊടുത്ത് പീസ് പടം കാണാൻ വന്നാണ്, അല്ലാണ്ട് തന്നെ കുണ്ടി കാണാൻ വന്നതല്ല. അവൻ ഫാമിലി ആയിട്ട് കമ്പിപ്പടം കാണാൻ വന്നതാണ്. പന്നി ഇരിക്കണവിടെ. ലോകത്ത് ആരെങ്കിലും ഇങ്ങനൊരു ചെറ്റത്തരം സ്വന്തം കുടുംബത്തോട് കാണിച്ചിട്ടുണ്ടാവൂടാ നായേ. അറിഞ്ഞോണ്ടല്ലോ
ഈ അറിയാണ്ടോടാ മോനെ ഈ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് അനക്കതിന്റെ ഉമ്മയും പെങ്ങളെയും കാണിക്കണോടാ. പോരുതരാ നായ. കുടുംബത്തിന്റെ മാനം കളയാനുണ്ടായ നമുക്ക് മയ്യത്ത് ഞാൻ എടുക്കൂടാ. മാറി നിൽക്കണടാ. ഈ പടത്തിലെ നായകനത് കേക്കണം മോനെ, 5 നേരം നിസ്കരിക്കണം മുസൽമാനാടാ ഞാൻ. പങ്കുവിളി മാത്രം മോയങ്ങണ മനസ്സുമായി ജീവിക്കണേക്ക് ഇച്ചായിട്ട് തന്ന സമ്മാനം കൊള്ളാം. ഓടാ കുമ്പത്തെങ്ങാനും എന്റെ മേല് വീണ കള്ള സുവരെ അച്ചയ്ക്ക് വെട്ടി അരിഞ്ഞളെ ഞാൻ. ഒറ്റോ കുളിച്ചു മൂടി ഞാൻ. വണ്ടി എടുക്കും ഉസ്മാനെ. ഓ വണ്ടി കയറ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു സൂക്ഷിക്കണമെന്ന്. ഇത്രയും വലിയൊരു അബദ്ധം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല മോളെ. ഞാനും എൻ്റെ മോളും ഒരാൺതുണ പോലും ഇല്ലാതെ ഇവിടെ ജീവിക്കണേ. എനിക്ക് വേറെ നിവൃത്തിയില്ല സാവിത്രി. അമ്മ ചേച്ചിയെ വിളിക്കാമേ. വാ.